പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ്റെ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. നമുക്ക് പറയാൻ പോകുന്ന പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ്: ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്, അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റ് എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ ഈ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം. നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ആണ്. ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുക എന്ന് പറയുന്നത് ബയോമെട്രിക് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ ഒരു ക്ഷേമ പെൻഷൻ അർഹരായിട്ടുള്ള ആളുകളുടെ കൈകളിലേക്ക് തന്നെയാണ് എത്തുന്നത്. അല്ലെങ്കിൽ ഈ പെൻഷൻ വാങ്ങുന്ന ആൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്, അവർക്ക് ലഭിക്കേണ്ട തുക കറക്റ്റായിട്ട് ലഭിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ അല്ലെങ്കിൽ ഒരു നടപടിയാണിത്. നമ്മളുടെ ആധാറും ബയോമെട്രിക് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ ഒരു അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയി ഈ ഒരു നടപടി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ആരെങ്കിലും അനധികൃതമായിട്ട് പെൻഷൻ വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഒരാളുടെ പെൻഷൻ ആ വീട്ടിലെ മറ്റുള്ള ആരെങ്കിലും ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ സ്വീകരിക്കുവാനും ഈ ഒരു പെൻഷൻ മസ്റ്ററിങ് കൊണ്ട് നൽകാറുണ്ട്. മാത്രമല്ല, ഈ പ്രാവശ്യം നമുക്കറിയാം വരുമാന രേഖകളൊക്കെ ഹാജരാക്കേണ്ട ഒരു സാഹചര്യം വരും. അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധ്യതയുണ്ട്. കൂടാതെ AC ഉള്ള വീടുകളൊക്കെ ഒരു പക്ഷേ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം എന്തെങ്കിലും കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് AC വെക്കുന്നതിന് അതിനൊക്കെ എക്സെപ്ഷൻ കിട്ടാനുള്ള അല്ലെങ്കിൽ ഒഴിവ് കിട്ടാനുള്ള സാധ്യതകൾ ഈ പ്രാവശ്യം വളരെ കൂടുതലാണ് എന്നുള്ള അറിയിപ്പുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷത്തെ ക്ഷേമ പെൻഷൻ്റെ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഒരു പ്രഖ്യാപനങ്ങളും വന്നിട്ടില്ല. പലരും ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള പ്രചരണങ്ങൾ വരുത്തുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ക്ഷേമ പെൻഷൻ്റെ മസ്റ്ററിങ് ഡേറ്റ് ഇതുവരെയായിട്ടും പ്രഖ്യാപിച്ചിട്ടില്ല. മാത്രവുമല്ല, പുതിയ സർക്കാർ ആയതുകൊണ്ട് തന്നെ പെൻഷൻ മസ്റ്ററിങ് വേണമോ എന്നുള്ള കാര്യം പോലും ഈ പ്രാവശ്യം ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം കൂടുതൽ ജനകീയമായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ ജനങ്ങളെ ലൈനിൽ നിർത്തുന്ന അക്ഷയ കേന്ദ്രങ്ങളുടെ മുന്നിൽ കൊണ്ട് ക്യൂ നിർന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ ഉണ്ടായേക്കാം. പക്ഷേ പരിശോധനകൾ ഉണ്ടാകും. നമുക്ക് മസ്റ്ററിങ് വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്ററിങ് വന്നതിന് ശേഷം മസ്റ്ററിങ് പൂർത്തീകരിക്കാത്ത ആളുകൾക്കെതിരെ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്നത് അന്വേഷിക്കുന്ന നടപടികളൊക്കെ ഉണ്ടാകും. അതിൽ സംശയമൊന്നുമില്ല. ഇൻ കേസ് മസ്റ്ററിങ്ങിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷവും അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി തീർന്നതിന് ശേഷവും പെൻഷൻ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കെതിരെ ഒരു പക്ഷേ അന്വേഷണം ഉണ്ടാകും. എന്തുകൊണ്ട് ചെയ്തില്ല, അർഹതയുള്ള ആളുകൾക്കല്ലേ ഇത് കിട്ടുന്നത് എന്നുള്ള പരിശോധന ഉണ്ടാകും. കൂടാതെ ക്ഷേമ പെൻഷൻ്റെ വിതരണമാണ് ജൂലൈ മാസത്തെ ഈ വരുന്ന 24-ാം തീയതിയോടുകൂടി തന്നെ ക്ഷേമ പെൻഷൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുമെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. നമുക്കറിയാം, സാധാരണ രീതിയിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന് 2000 രൂപയിലാക്കിയിരുന്നു. ഈ ഒരു സർക്കാർ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും 1 രൂപ വരെ പോലും വർധന ഉണ്ടായിട്ടില്ല. 3000 രൂപയാണ് പറഞ്ഞിരുന്നത്. അതിൽ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ട സാഹചര്യമാണ്. കാരണം വരുമാനം നോക്കി മാത്രമല്ല ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. കടമെടുത്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റിന് എത്ര ശതമാനം വരെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യം, അത് ഏത് സർക്കാർ ഭരിച്ചാലും കേരളത്തിൻ്റെ ഒരു അവസ്ഥ അതാണ്. വരുമാനം കൂട്ടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അവസ്ഥ. അപ്പോൾ എന്തുതന്നെയായാലും 3000 രൂപ വെറും പ്രതീക്ഷ മാത്രമാണോ, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവരുമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇവയെല്ലാം.